അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അപ്പു വേഗം വാ, ഇന്നെങ്കിലും നേരത്തെ കാലത്ത് പോവാം. ആ ശരി രാമു, വാ പോവാം. എടാ അത് നോക്കടാ, ഒരു പഴുത്ത മാങ്ങ, തിന്നാൻ കൊതിയാവുന്നു. നീ ആ കല്ലെടുത്തേ, നമുക്കൊന്ന് എറിഞ്ഞു നോക്കാം. എടാ മാങ്ങ കിട്ടി, ഇത് നമുക്ക് സ്കൂളിൽ ഇൻ്റർവെല്ലിൽ ഇരുന്ന് തിന്നാം. അയ്യോ നായ എന്താ ഇവിടെ? രാമു ഓടിക്കോ, ഒരു നായ. രാമു, ഒരു പ്രശ്നം പറ്റി, ഇവിടെ നായ് കടിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്, നീ ഒന്ന് നോക്കുവോ? എടാ ചെറുതായിട്ടൊന്ന് ചോര വീഴുന്നുണ്ട്. നീ ഇല്ലേ ഒരു ഇലയുണ്ട്, അത് വെച്ചാൽ ചോര നിൽക്കും. ഇതാ ആ ഇല. ആടാ ആ ചോര നിന്നല്ലോ, നിന്റെ ബുദ്ധി അപാരം തന്നെ. വാ സ്കൂളിലേക്ക് പോകാം. രാമു, സ്കൂളിലേക്ക് നീ ഒന്ന് നിന്നേ. ഇത് ഞാനോ നീയല്ലാതെ ആരും അറിയാൻ പറ്റില്ല. ആ ശരി, വേഗം വാ, സ്കൂളിൽ ഇപ്പോൾ ബെല്ലടിക്കും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. അമ്മേ, അപ്പു ഇല്ലേ ഇവിടെ? മോനെ, അപ്പു 2-3 ദിവസമായിട്ട് ഒന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ ഒരു മൂലക്കിൽ പോയി കുത്തിയിരിക്കുകയാ. എന്തെങ്കിലും സംഭവിച്ചിരുന്നോ? അത് എന്തത്? എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടോ? അതമ്മേ, നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു നായേ? എന്ത്? ഒന്ന് മര്യാദയ്ക്ക് പറയ്. നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ മാങ്ങക്ക് കല്ലെറിഞ്ഞതാ, ഒരു നായിൻ്റെ മേത്ത് ചെന്നിട്ടാണ് വീണത്. അപ്പോൾ അത് എന്ത്? ഒന്ന് പറ. അപ്പോൾ ആ നായി ഓടി വന്ന് അപ്പുവിൻ്റെ കാലുമേൽ കടിച്ചു. എന്ത്? അപ്പുവിൻ്റെ കാലുമേൽ കടിച്ചെന്നോ? അയ്യോ എൻ്റെ മോൻ, ഇതെന്താ നിങ്ങൾ നേരത്തെ പറയാഞ്ഞത്? അത് അപ്പു പറഞ്ഞിരുന്നു, അത് ആരോടും പറയരുതെന്ന്. അയ്യോ എൻ്റെ മോൻ. കൂട്ടുകാരെ, ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമുക്ക് പുറത്തുനിന്ന് എന്ത് സംഭവിച്ചാലും നമ്മൾ അത് നമ്മളുടെ മാതാപിതാക്കളോടോ ഗുരുക്കന്മാരോടോ വന്ന് പറയണം, അല്ലെങ്കിൽ നമ്മൾ മരണത്തിന് കീഴടങ്ങേണ്ടി വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.